ജീവിതത്തെ ന്യൂഡൽഹിക്ക് മുമ്പും പിമ്പും എന്ന രീതിയിൽ രണ്ട് കാലഘട്ടങ്ങളായി തിരിക്കാവുന്നതാണ്. ന്യൂഡൽഹി എന്ന സിനിമ 1987 പുറത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എല്ലാ വർഷവും 30-ലധികം സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടേയിരുന്നു. കഥാപാത്രമേതെന്ന് നോക്കാതെയുള്ള മമ്മൂട്ടിയുടെ അഭിനയ കാലഘട്ടമായിരുന്നു അത്. മമ്മൂട്ടി തന്നെ പറഞ്ഞത് ഈ കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങൾ തനിക്ക് അഭിനയ വൈവിധ്യങ്ങൾ നൽകുന്നതിനും തൻ്റെ അഭിനയ പാഠങ്ങളായി മാറിയിട്ടുണ്ടെന്നുമാണ്. തൃഷ്ണ, അഹിംസ, ആ രാത്രി, സന്ദർഭം, കാണാമറയത്ത് തുടങ്ങിയ കുറേ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസ് വിജയങ്ങളായി മാറിയിട്ടുണ്ടെങ്കിലും അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ മികച്ച സിനിമകൾ തന്നെയായിരുന്നു. എന്നാൽ ചിലത് മികച്ചവ അല്ലെങ്കിൽ പോലും തൻ്റെ മികച്ച അഭിനയം കാഴ്ചവെച്ച സിനിമകളുമുണ്ട് അതിൽ. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ആദ്യ ദശകത്തിൽ പിറന്ന 10 മികച്ച അണ്ടർറേറ്റഡായ സിനിമകളെയും കഥാപാത്രങ്ങളെയുമാണ് ഇന്ന് സിനിമാ കമ്പം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. 1981 മുന്നേറ്റം എന്ന സിനിമ പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പി തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളുമെല്ലാം എഴുതിയ സിനിമയാണ് മുന്നേറ്റം. ഇത് ഒരു തമിഴ് സിനിമയുടെ റീമേക്കും കൂടിയാണ്. മമ്മൂട്ടി, രതീഷ്, സുമലത, മേനക തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് സുഹൃത്തുക്കളുടെ ആത്മാർത്ഥമായ സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് മുന്നേറ്റം. ഒരാൾ പണത്തെ അത്യാർത്തിയോടെ സ്നേഹിക്കുകയും അതിലൂടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ മറ്റേയാൾ പണത്തിനുമപ്പുറം ജീവിതത്തെ സ്നേഹിക്കുകയും മനുഷ്യബന്ധങ്ങൾക്ക് വില കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. മമ്മൂട്ടിയുടെ അഭിനയ കാലഘട്ടത്തിൻ്റെ തുടക്കമാണിത്. അദ്ദേഹത്തിൻ്റെ മേളയും സ്ഫോടനവുമെല്ലാം കഴിഞ്ഞുള്ള അടുത്ത സിനിമ. മമ്മൂട്ടിയുടെ അതുവരെയുള്ള അഭിനയ ജീവിതത്തിൽ ഇത്രയും വൈകാരിക തീവ്രതയുള്ള കഥാപാത്രത്തെ അദ്ദേഹം ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുമ്പോൾ ആ കഥാപാത്രമായുള്ള മമ്മൂട്ടിയുടെ അഭിനയത്തിൽ ചില പോരായ്മകൾ നമുക്ക് അനുഭവപ്പെടുമെങ്കിലും ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഒരുപാട് സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നടനാണ് താൻ എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ കഥാപാത്രത്തിലെ അദ്ദേഹത്തിൻ്റെ അഭിനയം. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയമായില്ലെങ്കിലും ഇതിനു ശേഷമാണ് മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് നായകസ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത MT IV ശശി കോമ്പിനേഷനിൽ ഇറങ്ങിയ തൃഷ്ണ ഇറങ്ങിയത്. മമ്മൂട്ടിയുടെ അടുത്ത ശ്രദ്ധിക്കപ്പെട്ട വേഷവും മികച്ച സിനിമയുമായിരുന്നു 1983 മോഹൻ സംവിധാനം ചെയ്ത രചന എന്ന സിനിമ. ആന്റണി ഈസ്റ്റ്മാന്റെ കഥയ്ക്ക് ജോൺ പോളാണ് തിരക്കഥയും സംഭാഷണവും എഴുതിയത്. മമ്മൂട്ടിയെ കൂടാതെ ഗോപി, നെടുമുടി വേണു, ശ്രീവിദ്യ തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ. ഏറ്റവും മികച്ച ആക്ടർക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആ വർഷം ശ്രീവിദ്യയ്ക്കും ഭരത് ഗോപിക്കും ലഭിച്ചത് ഈ സിനിമയിലൂടെയാണ്. അല്പം ഇൻട്രോവേർട്ടായ നായക കഥാപാത്രത്തിൻ്റെ സുഹൃത്തായാണ് ഇതിൽ മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത്. ആ സുഹൃത്തിൻ്റെ ഉള്ളിലെ പ്രണയമോഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും അതിന് പിന്തുണ കൊടുക്കുന്നതും ഈ മമ്മൂട്ടി കഥാപാത്രമാണ്. വളരെ എനർജറ്റിക്കായ, സ്റ്റൈലിഷായ അവതരണ രീതി കൊണ്ട് ഈ കഥാപാത്രം അന്ന് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. തൻ്റെ അഭിനയ രീതിയിൽ മമ്മൂട്ടി എത്രമാത്രം സ്വയം മാറ്റത്തിന് വിധേയമാവുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം നേരത്തെ അഭിനയിച്ച മുന്നേറ്റം എന്ന സിനിമയും ഈ സിനിമയുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. മികച്ച സിനിമയും മമ്മൂട്ടിയുടെ മികച്ച അഭിനയമായിരുന്നിട്ട് കൂടി ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. അടുത്തത് അകലത്തെ അമ്പിളി. 1985 പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജേസിയാണ്. മമ്മൂട്ടി, സുപ്രിയ പഥക്, രോഹിണി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ. ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനായാണ് മമ്മൂട്ടി ഇതിൽ അഭിനയിക്കുന്നത്. ബിസിനസ്സിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ജീവിതത്തിൽ അദ്ദേഹത്തെ അല്പം അഹങ്കാരി കൂടിയാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെയാണ് മറ്റൊരാളുമായി പ്രണയബന്ധത്തിലുള്ള തൻ്റെ സെക്രട്ടറിയെ അയാൾ പ്രണയിക്കുന്നതും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതും. എന്നാൽ ആ പ്രണയ താല്പര്യം അദ്ദേഹത്തിന് ജീവിതത്തിൽ ചില പാഠങ്ങൾ നൽകുകയായിരുന്നു.
പണത്തിനും അധികാരത്തിനും ഒന്നും തന്നെ കീഴടക്കാൻ കഴിയാത്ത ചിലതുണ്ടെന്നുള്ള തിരിച്ചറിയലിലേക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രം എത്തുന്നതാണ് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ്. അഹങ്കാരത്തോളം എത്തുന്ന ആത്മവിശ്വാസമുള്ള ഈ കഥാപാത്രത്തെ എല്ലാ അർത്ഥത്തിലും മമ്മൂട്ടി തൻ്റെ രൂപഭാവ ചലനങ്ങളാൽ അനശ്വരമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയും വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ അക്കാലത്തെ മമ്മൂട്ടി ചിത്രങ്ങളിലൊന്നാണ്. മമ്മൂട്ടിയുടെ ഒരുപാട് മികച്ച ചിത്രങ്ങൾ പുറത്തിറങ്ങിയ വർഷമായിരുന്നു 1986. അങ്ങനെയുള്ള ചിത്രങ്ങളുടെ ബാഹുല്യം കൊണ്ടായിരിക്കാം അവയിൽ പലതിനും ബോക്സ് ഓഫീസിൽ മുന്നേറാനോ പ്രേക്ഷക ശ്രദ്ധ നേടാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിലൊന്നാണ് പത്മരാജൻ പുറത്തിറക്കിയ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമ. മമ്മൂട്ടിയോട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിക്കുമ്പോഴെല്ലാം തന്നെ മമ്മൂട്ടി അഭിമാനത്തോടെ അതിലേറെ ആവേശത്തോടെ പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അതാണ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയിലെ സക്കറിയ. അത്രയും കരുത്തുറ്റ ഒരു കഥാപാത്രമാണ് സക്കറിയ. ഒരു കൊമ്പനാന ചീറിയെടുത്താൽ പോലും അതിൻ്റെ മുന്നിൽ നെഞ്ചു വിടർത്തി നിന്ന് ആരടാ എന്ന് ചോദിക്കുന്ന സക്കറിയ. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ആ സിനിമയിൽ അവതരിപ്പിച്ചത്. ഒരു പ്രാവശ്യം കണ്ടാൽ പ്രേക്ഷകന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും ഇറങ്ങിപ്പോവാത്ത രീതിയിൽ ആ കഥാപാത്രത്തെ അത്രയും ശക്തമായ രീതിയിലാണ് മമ്മൂട്ടി അതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിൽക്കാലത്തൊക്കെ വന്ന മമ്മൂട്ടിയുടെ പല ചിത്രങ്ങളുടെയും മാസ് ഡയലോഗുകളിലൂടെയും പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട് അവരുടെ കയ്യടി നേടിയ വൈബ്രൻ്റായ ലൗഡായ രൂപത്തിൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രമേ ആയിരുന്നില്ല പത്മരാജൻ്റെ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രം. പത്മരാജൻ എന്ന പ്രതിഭാശാലിയായ സംവിധായകൻ മമ്മൂട്ടിയെ സക്കറിയാക്കി മാറ്റിയത് അഭിനയത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളിലൂടെ പുറത്തെടുത്ത മാസ് കഥാപാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിക്ക് അത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമായി മാറിയതും. 1986 പുറത്തിറങ്ങിയ മറ്റൊരു മമ്മൂട്ടി ചിത്രമാണ് നേരം പുലരുമ്പോൾ. KP കുമാരൻ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് രഘുനാഥ് പലേരിയാണ്. ജോൺസൺ ആണ് ഇതിന് സംഗീതം നൽകിയത്. മമ്മൂട്ടി, മോഹൻലാൽ, രമ്യ കൃഷ്ണൻ തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു നൊമ്പരം നെഞ്ചിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം ഈ സിനിമയിലുള്ളതാണ്. ഈ ചിത്രവും മമ്മൂട്ടിയുടെ 86 സിനിമാ പ്രളയത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയാണ്. 1986 തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയാണ് കൊച്ചു തന്മാൻ. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ A. വിൻസെൻ്റ് സംവിധാനം ചെയ്ത സിനിമയാണിത്. ഒരു ഫീൽ ഗുഡ് മൂവിയായ ഇത് ഡിസേബിൾഡ് ആയ ഒരു എക്സ് മിലിറ്ററിക്കാരനായ അധ്യാപകനായാണ് മമ്മൂട്ടി ഇതിൽ അഭിനയിക്കുന്നത്. ഒരു സൈലൻ്റായ എന്നാൽ ഡെപ്തുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂട്ടിക്കിതിൽ. ഒരു മികച്ച സിനിമയും മമ്മൂട്ടിയുടെ ഒരു മികച്ച കഥാപാത്രമായിരുന്നിട്ട് കൂടി ഈ സിനിമയും ആ വർഷം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. കാവേരി 86 തന്നെ പുറത്തിറങ്ങിയ മമ്മൂട്ടി അഭിനയിച്ച മറ്റൊരു സിനിമയാണ്. രാജീവ് നാഥാണ് ഇതിൻ്റെ കഥയും സംവിധാനവും. തിരക്കഥ ഒരുക്കിയത് നെടുമുടി വേണു, മോഹൻലാൽ, പ്രേംജി, സിത്താര തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. അന്ധവിശ്വാസങ്ങൾക്കപ്പുറത്ത് വിധിയെ നേരിടാൻ തയ്യാറായ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇതിൽ. ജാതകദോഷവും വൈദവ്യവുമെല്ലാം പ്രമേയമായി വരുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലുമെല്ലാം തങ്ങളുടെ കഥാപാത്രങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. 86 തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു മമ്മൂട്ടി ചിത്രമാണ് പ്രണാമം. ഭരതനാണ് ഇതിൻ്റെ കഥയും സംവിധാനവും. ഡെന്നിസ് ജോസഫാണ് തിരക്കഥ എഴുതിയത്. മയക്കുമരുന്നിന് അടിമകളായ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടുകൂടി അവരെ ആ ആസക്തിയിൽ നിന്ന് വിമുക്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു പത്രപ്രവർത്തകയുടെ കഥയാണ് ഈ സിനിമ. ഇതിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ മറ്റ് പോലീസ് കഥാപാത്രങ്ങളെപ്പോലെ വൈബ്രൻ്റ് ആയ ഒരു പോലീസ് ഓഫീസറായിട്ടല്ലെങ്കിലും ഈ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചത് വളരെ കൈയടക്കത്തോടു കൂടി തന്നെയാണ്. 1987 പുറത്തിറങ്ങിയ സിനിമയാണ് കഥയ്ക്ക് പിന്നിൽ. ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് KG ജോർജാണ്. ഒരു നാടകകൃത്ത് തൻ്റെ മുന്നിലെത്തിയ യുവതിയുടെ ജീവിതം തൻ്റെ നാടകത്തിൻ്റെ കഥയ്ക്ക് അടിസ്ഥാനമാക്കുന്നതും അവരുടെ ജീവിതത്തിൽ നാടകകൃത്തിൻ്റെ തുടർന്നുള്ള ഇടപെടലുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. KG ജോർജിൻ്റെ മറ്റ് സിനിമകളെപ്പോലെ തന്നെ ഒരു സ്ത്രീയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പുരുഷന്മാരുമായുള്ള ബന്ധവും കുടുംബവും സമൂഹവുമെല്ലാം എങ്ങനെയെല്ലാം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതും കൂടി തുടർന്ന് കാണിക്കുന്നുണ്ട് ഈ സിനിമ.
മമ്മൂട്ടിയുടെ നിയന്ത്രിതമായ മികച്ച അഭിനയം കൊണ്ടും KG ജോർജിൻ്റെ സംവിധാന വൈഭവത്തിലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയായിരുന്നു ഇത്. എന്നാൽ 86-ലെ ശ്രദ്ധിക്കപ്പെടാതെ പോയ മികച്ച മമ്മൂട്ടി ചിത്രങ്ങളിൽ ഒന്നായി ഈ സിനിമയും മാറി. 1987-ൽ പുറത്തിറങ്ങിയ ന്യൂഡൽഹിക്ക് ശേഷം മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയാണ് KG ജോർജിൻ്റെ മറ്റൊരാൾ. ഇതിൽ മമ്മൂട്ടി സഹനട കഥാപാത്രമായിരുന്നിട്ട് കൂടി അദ്ദേഹം ഇത് തിരഞ്ഞെടുക്കാൻ കാരണം ഗുരുതുല്യനായ KG ജോർജിൻ്റെ സിനിമയാണ് എന്നുള്ളതും തൻ്റേത് ഒരു മികച്ച കഥാപാത്രമായിരിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടും കൂടിയായിരുന്നു. മമ്മൂട്ടിക്ക് ഏറ്റവും മികച്ച സഹകഥാപാത്രങ്ങൾ നൽകിയ സംവിധായകനാണ് KG ജോർജ്. ഒരുപക്ഷെ എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന യവനികയിലെ പോലീസ് ഉദ്യോഗസ്ഥന് മുകളിൽ വരുന്ന സഹകഥാപാത്രമായിരുന്നു മറ്റൊരാളിലെ ബാലൻ. തൻ്റെ സുഹൃത്തിൻ്റെ കുടുംബജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളും അവരെ ഒരുമിപ്പിക്കാനുള്ള ബാലൻ എന്ന മമ്മൂട്ടി കഥാപാത്രത്തിൻ്റെ ആത്മാർത്ഥമായ ശ്രമങ്ങളെല്ലാം തന്നെ മമ്മൂട്ടി വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്ത കഥാകൃത്തായ CV ബാലകൃഷ്ണൻ്റെ കഥയിൽ KG ജോർജ് അവതരിപ്പിച്ച മറ്റൊരാൾ എന്ന ഈ സിനിമ KG ജോർജിൻ്റെ മികച്ച സിനിമകളിലൊന്നാണ്. മാത്രമല്ല മലയാള സിനിമയിലെ ഏറ്റവും മികച്ച 50 സിനിമകൾ എടുത്താൽ അതിൽ KG ജോർജിൻ്റെ മറ്റൊരാളും ഉൾപ്പെടുമെന്നുള്ള കാര്യം നിസ്സംശയം പറയാം. എന്നിട്ടും ഈ സിനിമ അതിറങ്ങിയ കാലത്ത് പ്രേക്ഷകരുടെ മാത്രമല്ല സിനിമാ നിരൂപകരുടെയും വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദൗർഭാഗ്യം. തൻ്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ ദശകത്തിലെ ശ്രദ്ധിക്കപ്പെടാതെ പോയ മമ്മൂട്ടിയുടെ മികച്ച 10 സിനിമകളെയാണ് ഇവിടെ സിനിമാ കമ്പം അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ